നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എപ്പോഴും മുസ്ലിയാരെ വാക്ക്. ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കണ്ടോ? അപ്പൊ അതന്നെയല്ലേ ഇപ്പൊ റേഞ്ചിനകത്തുള്ള ജിന്ന്, റേഞ്ചിനകത്തുള്ള മലക്ക് കേൾക്കുന്നു വിചാരിച്ച് വിളിച്ചാൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല. ഇത് ഇയാളെ വീട്ടിൽ പോയി പറഞ്ഞല്ല, സംഘടനാ വേദിയിൽ വെച്ച് മുജാഹിദുകൾ കെട്ടിക്കൊടുത്ത സ്റ്റേജിൽ വെച്ച് മുജാഹിദുകൾ പ്രസ്ഥാനത്തിന്റെ നിലപാട് വിവരിച്ചതാ. ഇയാളെ പോക്കറ്റിൽ നിന്നെടുത്ത മറുപടി അല്ലാതെ. ഇത് മുജാഹിദുകൾ പണ്ടേ പറഞ്ഞു പോരുന്ന ഒരു കാര്യമാണ്. ഇത് 1980-കളിൽ ചെറിയ മുണ്ടം എഴുതിയത് എന്താ പറഞ്ഞത്? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ചോദിച്ചാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ഹാളറായ, അതാണ് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഹാദറായ, കണ്ടോ? അത് പ്രാർത്ഥനയല്ല. അപ്പൊ അവർ ചോദിച്ചാൽ പ്രാർത്ഥനയല്ല. അപ്പൊ റേഞ്ചിനകത്തുള്ള ജിന്നിനോടും മലക്കിനോടും ഒന്ന് പിടിക്കൂ, ഒന്ന് രക്ഷിക്കൂ, സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല. 1980-കളിൽ KP മുഹമ്മദ് മൊലി ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? ശബാബിൽ എഴുതിയിട്ടുണ്ട്. അത് 2001-ലും 2005-ലൊക്കെ പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. 2004 മണ്ണാർക്കാട് സംവാദത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, മണ്ണാർക്കാട് സംവാദത്തിൽ സക്കരിയ സലാഹി പറഞ്ഞത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. എന്താന്ന് പറഞ്ഞത്? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ വിളിച്ചു പറയുന്നത്. നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ലാന്ന്. 2004 ഞാൻ പറഞ്ഞു. 1950-കളിൽ ചെറിയമുണ്ട് എഴുതി, ഇയാള് ജബ്ബാർ മോളി എഴുതിയപ്പോ ഇയാളും പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി ജിദ്ദേന്ന് പറഞ്ഞു, എല്ലാരും പറഞ്ഞതാ. ഇപ്പൊ മാത്രം അതെങ്ങനെ ശിർക്കായി? അതാണ് 2012-ൽ പുതിയ തൗഹീദെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തൗഹീദിൽ ഇവർ പൊളിച്ചെഴുത്ത് നടത്തിയെന്നും പറഞ്ഞത്. ഇനിയും കേട്ടോളൂ, ആറ്റിങ്ങൽ വെച്ച് ഒരു മുസ്ലിയാരെ ചോദ്യത്തിന് മറുപടി പറയുന്നത് കേട്ടോളൂ. അനസ് മുസ്ലിയാർ അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. ഏതാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറാ ബീവി ആ മക്കയിൽ അകപ്പെട്ടുപോയ ഘട്ടം, ആ അകപ്പെട്ടുപോയ ഘട്ടത്തില്, മക്കയിൽ അകപ്പെട്ടുപോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറാ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അവ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ? യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ എന്ന ഹദീസ്. വിജനപ്രദേശത്ത് നിങ്ങളുടെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണം, അള്ളാന്റെ അടിമകളെ എന്റെ വാഹനമൃഗത്തെ പിടിച്ചു വെക്കണം. അത് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിക്കും മൂപ്പര് പറയാണ്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട്, ഒരു മലക്കുണ്ട്, ആ മലക്കിനെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്, എങ്കിൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ ശിർക്കല്ല. ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് റസൂൽ പഠിപ്പിച്ചില്ല, സഹാബത്ത് പഠിപ്പിച്ചില്ല. അത് ശിർക്കിലേക്കുള്ള വഴിയാണ്, അതുകൊണ്ട് ഹറാമാണ്. ഇയാൾ പറഞ്ഞ തെറ്റല്ല, കുറ്റകരമല്ല. അതിലെന്താ തെറ്റ്? എന്നിട്ട് ഇയാളിപ്പോ എനിക്കതിന് ശിർക്കാരോപിക്കുക. നിങ്ങൾ നോക്കണം, ഇത് ഇയാളെ വീട്ടിൽ പോയി പറഞ്ഞതാ? ഇയാളെ സ്വന്തം ചിലർ സ്റ്റേജ് കെട്ടി പറഞ്ഞതാ? മുജാഹിദ് പ്രവർത്തകർ കെട്ടിക്കൊടുത്ത സ്റ്റേജിൽ സംഘടനാ നിലപാട് പറഞ്ഞതാ? ഒന്നും കൂടി കേട്ടോളി അത്.